കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തീരുമാനിച്ച ചെയർമാൻ സ്ഥാനാർത്ഥിയായിരിക്കെ കോൺഗ്രസ് അംഗമായ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജെപിയുടെ വോട്ട് നേടി വിജയിച്ചത് കോൺഗ്രസ് ബിജെപി കൂട്ടുകെട്ട് വ്യക്തമാക്കുന്നു എന്ന് എൽഡിഎഫ് ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് ബിജെപി കൂട്ടുകെട്ട് മറന്നേക്ക് പുറത്തുവന്നെന്ന് സിപിഎം ആരോപിച്ചു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹിയും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായിരുന്ന ശ്രീമതി രാധാമണി രാജൻ ബിജെപിയുടെ വോട്ട് വാങ്ങി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി. ഇത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ബിജെപിയെ സഹായിക്കുന്ന അതേ നിലപാടാണ് കൃഷ്ണപുരം പഞ്ചായത്തിനും കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസ് ബിജെപിയെ സഹായിക്കലാണ്. ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള നീക്കം അങ്ങനെയാണ് അവർ നടത്തുന്നത്. കൃഷ്ണപുരം പഞ്ചായത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമല്ല ഇത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയിരുന്നില്ല. അന്ന് അവിടെ 2 ബിജെപി മെമ്പർമാരുണ്ടായിരുന്നു. ഭൂരിപക്ഷം കിട്ടാതിരുന്ന ഘട്ടത്തിൽ അന്ന് ബിജെപി കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ സിപിഎമ്മിൻ്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് അന്ന് KPCCയുടെ നേതൃത്വം തന്നെ ഇടപെട്ടാണ് രാജിവെപ്പിച്ചത്. അതിനുശേഷം തുടർന്നും കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ള അവിഹിത ബന്ധം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മേഖലയിലും നടക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം 7-8 മാസത്തിനകം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഘട്ടത്തിൽ ബിജെപിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം മറനീക്കി പുറത്തു വരുന്ന സ്ഥിതി ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലും ഉണ്ടായി എന്നുള്ളതാണ്. ഇതിന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം കൃത്യമായി മറുപടി പറയണം. താഴെ മുതൽ മുകളിൽ വരെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും ബിജെപിയെ സഹായിക്കുന്ന സമീപനം സ്വീകരിച്ച് രാജ്യത്തെ മതനിരപേക്ഷത തകർക്കുന്നതോടൊപ്പം തന്നെ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കേണ്ട ജനവിഭാഗത്തിന് മുഴുവൻ വർഗീയ ഫാസിസത്തിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് കൃഷ്ണപുരത്തും ഈ സമീപനം സ്വീകരിച്ചതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അടിയന്തരമായി കോൺഗ്രസ് ബിജെപി ബന്ധത്തെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണം. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തീരുമാനിച്ച ചെയർമാൻ സ്ഥാനാർത്ഥിക്കെതിരെ മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ രാധാമണി രാജൻ സ്ഥാനാർത്ഥിയാവുകയും ബിജെപി വോട്ട് നേടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആവുകയും ചെയ്തു. ഇതോടെ നാളുകളായി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നിലനിന്നിരുന്ന കോൺഗ്രസ് ബിജെപി കൂട്ടുകെട്ട് മറനീക്കി പുറത്തുവന്നെന്ന് സിപിഎം നേതാക്കൾ ആരോപിക്കുന്നു. ഈ വിഷയത്തിൽ UDFും കോൺഗ്രസ് നേതൃത്വവും മറുപടി നൽകണമെന്ന് LDF പാർലമെന്ററി പാർട്ടിക്ക് വേണ്ടി എസ് നസീം, ബീന പ്രസാദ്, അജയ് നമ്മാസ്, ടി സഹദേവൻ, അനിത വാസുദേവൻ, രാജീവ് പ്രേംകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കൃഷ്ണപുരം.